ലാൽ സലാം. മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രം ഇറങ്ങി 2 ഷോകൾ പിന്നിട്ടപ്പോൾ തിയേറ്ററുകളിൽ തീ പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ബോക്സ് ഓഫീസ് ചുട്ടുപഴുത്തിരിക്കുന്നു. ഓറഞ്ചല്ല, എങ്ങും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. മണിക്കൂറുകളിൽ വിറ്റ് പോകുന്നത് 28,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കുകയാണ്, വലിയ ഹൈപ്പോ വലിയ രീതിയിലുള്ള പ്രൊമോഷനോ ഒന്നും തന്നെ വേണ്ട. ഒരു സിനിമ ഗംഭീരമായി ചെയ്താൽ മാത്രം മതി, ഇവിടെ സിനിമ ആളിക്കത്തിക്കോളും. അതിനുത്തമ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ സമീപകാലത്തിറങ്ങിയ 2 സിനിമകൾ. എമ്പുരാൻ എന്ന സിനിമ കൊടൂരമായിട്ടുള്ള രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഇവിടെ തുടരുമെന്നുള്ള ചിത്രത്തിന് യാതൊരു പ്രൊമോഷനും ഇല്ലാതെ വന്നു. ഇവിടെ തുടരുമെന്നുള്ള ചിത്രത്തിൻ്റെ തുടക്കത്തെ ആ ഒരു പ്രകടനം നമുക്ക് കാണുന്നതും അത് തന്നെയാണ്. വേറെ ഒന്നും വേണ്ട, നല്ല ലെവലിലൊരു സിനിമ ചെയ്താൽ മതി, അത് നല്ലതാണെന്ന് ജനങ്ങൾ പറഞ്ഞാൽ മതി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹെവി പോസിറ്റീവോടെ സിനിമ എത്തിയിരിക്കുന്നു. ആദ്യ പകുതിയൊന്നോ രണ്ടാം പകുതിയോ ഒന്നും ഇല്ല, രണ്ടും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ജനങ്ങൾ എന്ത് ആഗ്രഹിച്ചു അത് ലഭിക്കുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഒരു താരത്തെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടുന്നതല്ല സിനിമ എന്നുള്ളത് ഒരുപാട് ഡയറക്ടേഴ്സ് അറിയണം. അതേപോലെ അന്തം ഫാൻസ് തിരിച്ചറിയണം. മോഹൻലാൽ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചാൽ അതൊരു സിനിമയല്ല, വലിയ സംഭവമല്ല. അവിടെ നിങ്ങൾ പറയാം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ നിൽക്കും. ഇവിടെ 100, 200, 500 കോടിക്ക് പുല്ല് വിലയുള്ളൂ. കാരണം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. ഈ പറയുന്ന മോഹൻലാലിന് അതിന് ആവശ്യവുമില്ല എന്നുള്ളതാണ്. അങ്ങേർ ഈ പറഞ്ഞ 10, 45, 50 വർഷമായി അഭിനയിക്കുകയാണ്. നേടാവുന്നതിൻ്റെ മാക്സിമം, അയാൾക്ക് വേറെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നേടിയ വ്യക്തിയാണ്. അവിടെ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല സിനിമകൾ കൊണ്ടുവരിക. അതിനുവേണ്ടി ആളുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ, അതിനൊപ്പം തന്നെ ആരാധകർ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിനിമകൾ വരും. ഇതുപോലെയുള്ള സിനിമകൾ വന്നാൽ പിന്നെ വേറെ ഒന്നും തന്നെ പറയാനില്ല. ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താണ് മലയാള സിനിമ, എന്താണ് മോഹൻലാൽ എന്നുള്ളത് വീണ്ടും വീണ്ടും ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും വലിയ ആൾ കളിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി നല്ല സിനിമ ഇറക്കി വെച്ചിട്ട് മാറി നിന്ന് ചിരിച്ചാൽ പോരെ സുഹൃത്തുക്കളെ, അന്തൻ ഫാൻസുകളെ എന്നുള്ളതാണ്. ഇത് മോഹൻലാലിൻ്റെ മാത്രമല്ല മമ്മൂട്ടി ഫാൻസിനും ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. നല്ല സിനിമ ചെയ്യാൻ ഇവരെ അനുവദിക്കൂ. ഇവരുടെ കയ്യിൽ പൊട്ടൻഷ്യലുണ്ട്, ഇവരുടെ കയ്യിലേ പൊട്ടൻഷ്യലുള്ളൂ. നിങ്ങൾ പുതുമുഖ താരങ്ങൾ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ഇവരൊന്ന് ചിരിച്ചാൽ തീരാവുന്ന അത്ര തന്നെ ഉള്ളൂ. അത്രയും പോലും സംഭവങ്ങളില്ല ഇന്നത്തെ പുതുമുഖ താരങ്ങൾ ചെയ്യുന്നതിനകത്ത്. കാരണം അത്രത്തോളം ഗംഭീരമാണ് ഇവർ രണ്ടുപേരും നമ്മളുടെ മനസ്സിൽ. എന്താണേലും തുടരുമെന്നുള്ള ആ ഒരു ചിത്രത്തിൻ്റെ പ്രകടനം അങ്ങനെ തന്നെയാണ്. ഒന്നും തന്നെ പറയാനില്ല, ഒരു നെഗറ്റീവും പറയാനില്ല, ആളിക്കത്തുന്നു. അതിനുദാഹരണം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പുളുവടിച്ച് വിടലോ അല്ലെങ്കിൽ ആവേശം കാണിക്കലോ ഇപ്പുറത്തിരുന്ന് തലകുത്തിമറിയലോ ചീത്ത വിളിക്കലോ ഒന്നുമല്ല. വെറുതെ മാറി നിന്നാൽ മതി. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് കയറുന്ന ഒരു പ്രൊമോഷനും ഇല്ലാത്ത ചിത്രത്തിന് ടിക്കറ്റ് ബുക്കിംഗ് വെറുതെ നിന്ന് കണ്ടാൽ മതി. സാധാരണ ചിലർ പറയുന്ന പോലെ ഇത് കണ്ടു, അത് മറ്റേ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്തതാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ഒന്നും ഒരാളും പറയാൻ പോകുന്നില്ല. കാരണം ഇത് ജനങ്ങൾ ബുക്ക് ചെയ്യുന്നതാണെന്നറിയാം. അല്ലെങ്കിൽ തിയേറ്റർ മുഴുവൻ ബുക്ക് ചെയ്തിട്ടിട്ട് അവിടെ ആളില്ല എന്നൊരുത്തരും പറയില്ല. കാരണം ഇത് സാധാരണക്കാർ ഇടിച്ചു കയറുന്ന സിനിമയാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കാൻ ദയവ് ചെയ്ത് മോഹൻലാലിനെ അനുവദിക്കൂ എന്നുള്ളത് തന്നെയാണ് അന്തം ഫാൻസിനോട് പറയാനുള്ളത്. ഒരുപാട് പേരുണ്ട് അന്തം ഫാൻസ്, കമൻസിലൂടെയും നമ്മൾ കാണാറുണ്ട്. അത് ഏത് ഗണത്തിൽപ്പെട്ട ആണെങ്കിലും ഏത് താരത്തിൻ്റെ ആണെങ്കിലും അവർക്ക് ആവേശമായിരിക്കാം, ഹൃദയത്തിൽ ഭയങ്കര ഇഷ്ടവുമായിരിക്കാം. അതൊക്കെ തന്നെ എന്തെങ്കിലും മോശം പറയുന്നവനെല്ലാം ശത്രുവുമായിരിക്കാം. പക്ഷേ തിരിച്ചറിയുക, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുവിനെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ താരത്തെയും വളരാൻ അനുവദിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ കയറ്റി ഒരുപാട് വെച്ച് അവരെ നശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും എന്ന് പറയാം. എന്താണേലും ഈ ഒരു സിനിമ ആദ്യ ദിവസത്തിൽ കാണുന്നവർ ഒന്ന് കമൻസ് പറയുക, കണ്ടിട്ടുള്ളവർ അഭിപ്രായം പറയുക. സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറയുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഡീഗ്രഡേഷൻ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഡീഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണം. അതിന് പോലും കഴിയാത്ത ലെവലിൽ ഗംഭീരമായിട്ടൊരു സിനിമ ചെയ്താൽ അതിൻ്റെ പേര് തുടരും എന്നുള്ളത് തന്നെയായിരിക്കും. തുടരണം ഇതേപോലെയുള്ള സിനിമ മോഹൻലാൽ എന്നുള്ളതാണ് അപേക്ഷിക്കുന്നത്. കാരണം താങ്കളുടെ കമ്പനിയും ഈ വീഡിയോ കാണുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.